അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളും ദാനധർമ്മങ്ങളും എല്ലാം അല്ലാഹു പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. വലിയ പ്രതിഫലം നൽകപ്പെട്ട അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആഖിറത്തിലേക്ക് അമലാക്കുമാറാകട്ടെ. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നോമ്പ് 16 കഴിഞ്ഞ് 17ാമത്തെ രാവ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിജയത്തിന് നിർണായകമായ വലിയ പോരാട്ടം നടന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ റമദാൻ 17 ബദർ യുദ്ധം നടന്ന ദിവസം. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നു. ബദർ ദിനത്തിൽ ആ പോരാട്ടത്തിനിടയിലുണ്ടായ ചില അത്ഭുതകരമായ സംഭവങ്ങൾ മാത്രം പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, ഈ പോരാട്ടവുമായി ഉണ്ടായ മുഅ്ജിസത്തിൽ ചിലത് മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിൽ അവിടുത്തെ സഹാബത്ത് ഒന്നിച്ചു. 313 വരുന്ന സഹാബത്ത് 1000 വരുന്ന ശത്രുപക്ഷവുമായിട്ടാണ് നേരിടുന്നത്. നിർധനരും നിരാലംബരുമായ നിരായുധരായ പട്ടിണിക്കിലേറെ പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ വല്ലാതെ പട്ടിണിക്കിലേറെ പട്ടിണി കിടന്നു വിഷമവും പ്രയാസമൊക്കെ സഹിച്ചു. മാത്രമല്ല സ്വന്തം നാടും വീടൊക്കെ വിട്ടു പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത മുഹാജികളായ സഹാബത്ത്, മദീനക്കാരായ അൻസാറുകളായ സഹാബത്ത്, ഈ മഹത്വക്കരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ബദർ എന്ന പേര് വരാനുള്ള കാരണം അതുപോലെ തന്നെ ആ ഭൂമിയിലുള്ള പ്രത്യേകത വെറും ഒരു ഭൂമിയല്ല, ആ ഭൂമിയുടെ ചില പ്രത്യേകതകൾ കുറിച്ച് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ഭൂമിയുടെ കിടപ്പുകളും അതിന്റെ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ചില പണ്ഡിതന്മാർ ആ വിഷയങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ എപ്പോഴെങ്കിലും അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് പറയാം. എന്നാൽ ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം വല്ലാതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സയ്യിദുനാ മഹാനവരുടെ വാള്, അതേ പോരാട്ടത്തിന്റെ ഇടയിൽ ആ വാള് നശിച്ചു ഇല്ലാതെയായി യുദ്ധം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതെന്താണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് ഫഅഅതാഹു റസൂലുള്ളാഹി ജദറൻ മിൻ ഹഖബ്, ഒരു മടലിൽ ഒരു ബറവിന്റെ കഷ്ടമെടുത്തു കൈ കൊടുത്തു പറഞ്ഞു, ഖാതിൽ ബിഹാദായ ഉകാശ, ഈ മണലുകൊണ്ട്, ഈ കാണുന്ന ബറവിന്റെ കഷ്ടം കൊണ്ട് നിങ്ങൾ പോരാട്ടം നടത്തിക്കുമോ? തങ്ങൾ പറയാ വലിയ സുന്ദരമായ വാളായി മാറുകയാണ്. മാത്രമല്ല നല്ല മോശേറിയ വാളായി മാറുന്നു. അഷ്റഫുൽ ഖൽഖ് കയ്യിൽ കൊടുക്കുന്നത് വിരലിന്റെ കഷ്ടമാണ്. ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു അൻഹു കയ്യിലേക്ക് എത്തുമ്പോ നല്ല മോശയുള്ള വാളായി മാറുന്നു.
മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് വലിയ വിജയം നേടാൻ കഴിയുകയാണ്. റസൂലിനോടൊപ്പം ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത പിന്നീട് അവരുടെ കുടുംബങ്ങളിൽ പലർക്കും ഇത് അനന്തരാവകാശമായി കൈമാറി വന്ന സാധനമായി മാറിയിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സിയാദുൽ ഹറമൈൻ സമർപ്പിതമായിരിക്കുക. അതുപോലെ തന്നെ സലമത്തുൽ അസ്ലം റളിയല്ലാഹു അൻഹു തങ്ങളുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാന്റെ കയ്യിലുള്ള വാളും അത് പൊളിഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വാള് സലമയുടെ വാള് പൊട്ടിപ്പോയി നബിയേ. വഅൽഖാഹു റസൂലുള്ളാഹ് ഖബീലാ. കുടയുടെ തണ്ടെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മഹാനായ മുത്തനബി പറഞ്ഞു, ഇതുകൊണ്ട് നീ കരാട്ടം നടത്തിക്കോ. മഹാനായ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, അവൻ പുതിയ പാടായി മാറുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ് ബദറിന്റെ വേളയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദിഫാഅത്ത് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, ദിഫാഅത്ത് ബിൻ മാലിക് എപ്പോഴാണ് യോബദർ മഹാനായ ദിഫാഅത്ത് തങ്ങളുടെയാണ് ബദറിന്റെ ദിവസത്തിൽ റബീഅത്തുൽ ബിസഹ്മയാണ്, അതായത് അമ്പെയ്യപ്പെട്ടപ്പോൾ എന്റെ കണ്ണ് ഒന്ന് തറച്ചോളൂ, എന്റെ കണ്ണ് വല്ലാതെ ഒളിഞ്ഞുപോയി. ഈ സംഭവം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, എന്റെ കണ്ണ് അമ്പറച്ചിട്ടോ, കണ്ണ് ഒളിഞ്ഞിട്ടുണ്ടോ, വല്ലാതെ പ്രയാസമുണ്ടോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ സമയത്ത്, പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു സമയം ഡോക്ടറാണ്, അതേ സമയം ഒരു യുദ്ധത്തിന്റെ നേതൃത്വം വഹിക്കുന്ന കമാൻഡറാണ്. കമാൻഡിംഗ് പൗരത്വ സഹോദരന്മാരെ, സഹായത്തിന് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ? ആ പോരാട്ടം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെ ആ സമയത്ത് സഹായത്തിൽ നേരിടുന്ന സകലമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് കഴിവ്. അവിടുത്തെ മുഅ്ജിസത്താണ്. യുദ്ധവേളയിൽ കണ്ണിൽ പെട്ടെന്ന് സംഭവിച്ചാൽ ആ പോരാട്ടത്തിന്റെ അവസ്ഥ എന്താണ്? ഉടനെ തന്നെ വിധങ്ങൾ ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ആ നേരത്തിലേക്ക് ചെയ്യാൻ കഴിച്ചവന്റെതാണെന്നറിയോ? എന്റെ കണ്ണിന്റെ മുകളിൽ അള്ളാഹുവിന്റെ റസൂല് അവന്റെ പരിശുദ്ധമായ കൊണ്ട് എന്റെ കണ്ണിലേക്ക് കുത്തിച്ചപ്പോ എനിക്ക് വേണ്ടി അതിന്റെ ശേഷം നിന്റെ കണ്ണിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ ആയിരിക്കാം ഒരു പറയുന്ന സഹാബി കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വലിയൊരു മസ്ജിദിൽ രണ്ട് സഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കൂട്ടത്തിൽ ഈ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥലം. ഏതായാലും ഇരിക്കട്ടെ സഹോദരന്മാരെ, കുത്തിക്കൊടുത്തു. അതിന്റെ ശേഷം തന്നെ പറയുകയാണ്,
എനിക്കതിന്റെ ശേഷം പിന്നീട് പ്രയാസം ഉണ്ടായിട്ടില്ല. കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സഹോദരന്മാരെ. യുദ്ധത്തിൽ എന്റെ ശരീരത്തിന്റെ ചില അവയവങ്ങൾ മുഴങ്ങി വീണു. അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യം ചെന്ന് പറഞ്ഞപ്പോ ഹുദൈബികൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നേരെ കെട്ടിത്തുന്ന മൊത്തത്തിൽ തന്നെയാണ് കെട്ടിത്തുന്നത്. ഉടനെ തന്നെ മുഴങ്ങിയ അവരെ പരസ്പരം അവരോട് കുറിച്ച് യാതൊരു പ്രയാസമില്ലാതെ യുദ്ധം നല്ലതുപോലെ ചെയ്യാത്ത ആളുകൾ കഴിഞ്ഞിരുന്നോ. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ സമ്മേളനങ്ങളെ ഈ സംഭവങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ രണാന്തരത്തിൽ 14 സഹാബത്താണ് ആദ്യമായി 14 സഹാബത്താണ് ആദ്യമായി ശഹീദായി വീഴുന്നത് ഹാരിസത്ത് റളിയല്ലാഹു തആല. ഹാരിസ റളിയല്ലാഹു തആലക്ക് ഒരു പേരുണ്ട്. ആ പേരാണ് ലോകത്ത് പ്രസിദ്ധമായി അറിയപ്പെടുന്നത് ദുശ്ചിമാരയിൽ എന്ന പേര്. പതിനീങ്ങൾ പേര് പറയുന്നത് ഹാരിസത്ത് കാത്തില്ല ദുശ്ചിമാരയിൽ, ഹാരിസത്തിന് ദുശ്ചിമാരയിൽ എന്നാണ്. ആ മഹാൻ സഹോദരന്മാരെ മനസ്സിലാക്കണം. മഹാനായ ഹാരിസത്ത് റളിയല്ലാഹു തആല ആദ്യമായി ബദറിന്റെ രണാങ്കണത്തിൽ ഹിബ്ബാബിനെ അറപ്പച്ച് അമ്പയിൽ കൊന്നു കളഞ്ഞു. വെള്ളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ തക്കം നോക്കിയിട്ടാണ് ആ ശത്രുപക്ഷത്തിലെ മുസ്ലിമായ വ്യക്തിയെ തങ്ങളെ കൊന്നത്. ഇത് കേട്ടപ്പോൾ റസൂൽ പറഞ്ഞു, ജന്നത്തിൽ ഫിർദൗസ് ലഭിക്കും ഹരിസ. ജന്നാത്തുൽ ഫിർദൗസ് അതിനാണ് മഹാനായ ഹാരിസത്ത് റളിയല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലെ ഏറ്റവും പ്രശസ്തമായ ജന്നത്തുൽ ഫിർദൗസ് ഉണ്ടാവുക. അവിടെ ഇടം നൽകുമാറാകട്ടെ. യുദ്ധത്തിൽ ശത്രുപക്ഷത്തിലെ 70 പേരുകൾ കൊല്ലപ്പെട്ടു. വലിയ കേമന്മാർ മുഴുവൻ തലകുത്തിരിക്കുന്ന സഹോദരന്മാരെ, ആ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ആ മുത്തായ നബി എന്ത് ചെയ്യുന്നറിയുമോ? ശത്രുക്കളുടെ ചെന്നിട്ട് അതായത് ഈ വിലകിടക്കുന്ന ശത്രുക്കളോട് സംസാരിക്കുകയാണോ? ശത്രുക്കളോട് സംസാരിക്കുകയാണ്. യജമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തേക്ക് നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ ശത്രുക്കളെ? فهل وجدتم ما وعد ربكم حقا. നിങ്ങൾ അക്കാലത്ത് തീർച്ചയായും അല്ലാഹുവിനോട് വാഗ്ദത്തം ചെയ്ത ഈ വിശാലമായ ആപത്ത് നിങ്ങൾക്ക് വന്നെത്തിയില്ലേ എന്ന് ശത്രുവിടക്കുന്ന ഈ വിഭാഗത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ فقال عمر بن الخطاب لما يقولون يا رسول الله ما تكلم من أجساد الله أرواح لها. ജീവനില്ലാത്ത ആത്മാവില്ലാത്ത ഈ കാണുന്ന ജഗത്തിനോടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാവുന്ന സംശയമല്ലേ, ജഗത്തിനോടാണ് സംസാരിക്കുന്നത്? എന്താ അല്ലാഹു ചോദിച്ചത്? അല്ലാഹു റസൂൽ ജനങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് അല്ലാഹുവിനോട് വാഗ്ദത്തം ചെയ്ത കരാറ് ചെയ്ത ആ കാര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലേ? നിങ്ങൾ അനുഭവിച്ചില്ലേ? നിങ്ങൾ ബുദ്ധിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ
ചത്തുകിടക്കുന്ന ആത്മാവില്ലാത്ത ഇടിയോ നബിയെ കേൾക്കുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ കാണുന്ന മുഹമ്മദിന്റെ ശരീരം ആരുടെ അധീനതയിലാണോ അവരെ തന്നെയാണ് സത്യം. ഈ കാണുന്ന വിഭാഗം നിങ്ങളെക്കാളും നല്ലതുപോലെ കേൾക്കൂ. ആര് പറയുന്നു? അല്ലാഹുവിന്റെ റസൂൽ. നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും നല്ലതുപോലെ കേൾക്കാൻ കഴിയും. പക്ഷേ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു എന്നോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു എന്നാണ് അർത്ഥം. മറിച്ച് പകലാകുമ്പോ അനുഭവിക്കുന്നത് ആത്മാവും ശരീരവും ഒന്നിച്ചാണോ, അതിന്റെ ആത്മാവ് മാത്രമാണോ എന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? എന്തിനാണ് പള്ളി ശ്മശാന ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്ത് അവരാളുകൾക്ക് സലാം പറയണം. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻശാഅല്ലാഹു ബികും ലാഹിഖൂൻ വഅൻതും സാലിഹൂൻ. അവരോട് സലാം പറഞ്ഞിട്ട് പറയും ഇൻശാഅല്ലാഹ് ഞങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും. നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളാണ്, പോയവരിൽ മുൻഗാമികളാണ് നിങ്ങൾ. ഞങ്ങളും വന്നു ചേരുമെന്ന് ആരോട് പറയുന്നു? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി ശ്മശാന ഭൂമിയിൽ അന്തിയുറങ്ങുന്ന നബിമാരായി പറയണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ നബിതങ്ങൾ പറയുകയാണ് ലമ്മാ ഖദിംതു ഇലൽ മദീന വകുന്തു ജാഇയാ. മദീനയിലേക്ക് ഞാൻ മുന്നിട്ട് വരുമ്പോ എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് സഹാബ. പ്രിയമുള്ള സഹോദരന്മാരെ, ശത്രുപക്ഷങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തമ്പടിച്ചിട്ട് എത്രയോ ഒട്ടകങ്ങളെ അറന്നതെന്ന്, അതുപോലെ മദ്യപിച്ച് കൂട്ടാടി വലിയ ആരോഗ്യമുള്ള വൃത്ത ചെയ്തികളാണ് സഹോദരന്മാരെ. പക്ഷേ ആഹാരവുമില്ല, വെള്ളവുമില്ല, തൊഴിയുമില്ലാത്ത യാതൊന്നുമില്ലാത്ത ഒട്ടിയുണങ്ങിയ വയറുകളുമായി മോക്കളിച്ചുകൊണ്ട് യുദ്ധത്തിനായി പോരാട്ടത്തിനായി വന്ന സഹായത്തിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അല്ലാഹു റസൂൽ പറയുന്നു, ഞാൻ മദീനയിലേക്ക് വരുമ്പോ എനിക്ക് വല്ലാതെ വിശപ്പുണ്ട്. എന്റെ വിശപ്പിന് കളിക്കാൻ കഴിയുന്നില്ല. മൊത്തത്തിൽ പറയുകയാണ്. ആ സമയത്താണ് ഒരു ചൂടൻ പെണ്ണങ്ങനെ വരുന്നുണ്ട്. വരുന്നതിന് വിധങ്ങൾ ലക്ഷ്യം വെച്ചാണ് വരുന്നത്. തലയിൽ തലയിൽ വെച്ചിട്ടുണ്ട്. അതിലുള്ളത് ഒരാടിന്റെ മാംസമാണ് ധരിച്ചുകൊണ്ട് വരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദേവിക്കപ്പെട്ട ആടുമായി തലയിൽ വെച്ചുകൊണ്ട് വൃത്തിയായ ഒരു പെണ്ണിനെ വെച്ചുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹി യാ മുഹമ്മദ് അല്ലദീ അസ്ലമക അല്ലാഹു ബിക അസ്ലമക. ഈ പെണ്ണ് പറയുകയാണ്, നബിയെ മുഹമ്മദ് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന്റെ എല്ലാവിധ സ്തുതികളും. ഈ പെണ്ണിൽ പച്ച പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കി ബദർ യുദ്ധം കഴിഞ്ഞ് രക്ഷയോടെ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് തരാൻ ഞാൻ നേർച്ചയാക്കി. ഈ ആടിനെ വേവിച്ച് അതിനെ അറുത്ത് അവരെ അതിനെ ഞാൻ തീർച്ചയായും വേവിച്ചിട്ട് തരാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയേ. ഇതിൽ നിന്ന് നമുക്ക് പാഠമുണ്ട്. ചൂടന്മാരെന്ന് പറഞ്ഞാൽ
വഞ്ചകന്മാർ. ആദ്യാന്ത്യം വഞ്ചകന്മാരാണ് നമുക്ക് ഈ ഹദീസ് നമുക്ക് പഠിക്കാൻ കഴിയും. സഹോദരന്മാരെ, എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഏറ്റവും നെടുത്ത വിഭാഗമാണോ ധൂത വിഭാഗം എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പെണ്ണ് പറയാണ്, അൽഹംദുലില്ലാഹ് നബിയെ അല്ലാഹു അങ്ങ് രക്ഷപ്പെടുത്തിയല്ലേ, ഞാൻ നേർച്ചയാക്കി അങ്ങ് യുദ്ധം കഴിഞ്ഞ് രക്ഷപ്പെട്ടു വന്നാൽ ഞാൻ ഒരു ആട്ടിനെ വേവിച്ച് അങ്ങക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരാൻ നേർച്ചയാക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ പച്ച കള്ളം പറയുകയാണ്. ആ പെണ്ണ് പറയുകയാണ്, നബിയെ ഇതങ്ങക്ക് ഞാൻ വഹിച്ചു കൊണ്ടുവന്നതാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, ആരുടെ മുമ്പിലാണ് കൊണ്ടുവന്നത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനെ അല്ലാഹു സംസാരിപ്പിച്ചു. ഈ എഴുതപ്പെട്ട ഈ സഹായിയായ ആളുകളോ ആര് സംസാരിക്കുന്നു? എന്താണ് യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, ലാ തഖുലനി, എന്നെ ഭക്ഷിക്കരുത്. ഫഇന്നി മസ്മൂം, ഞാൻ വിഷമുള്ളപ്പെട്ട മാംസമാണ്, വിഷം തീർത്തു കൊണ്ടുവന്നതാണ് ഈ പെണ്ണോ, അവർക്ക് കഴിക്കുന്ന നബിയേ. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് ആദരിക്കപ്പെട്ട ആൾ സംസാരിച്ചു. ശരഫുൽ ഹദീൽ സഹോദരന്മാരെ, തഖുൽനായ സംഭവം ഖൈബർ കളികളിലും നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് മറ്റൊരു പറയാം. അവരുടെ ത്വരീകളെ ആദരിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, അവരുടെ പേരുകൾ പറയുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുകയാണ്, വലഖദ് നസറകുല്ലാഹു ബിബദരിൻ വഅൻതും അശക്തരായിരുന്നിട്ടോ ബദറിൽ അല്ലാഹു നിങ്ങളെ തീർച്ചയായും സഹായിച്ചു. മലക്കുകളെ അല്ലാഹു സഹായിച്ചു. മലക്കുകളെ അല്ലാഹു വലിയ വിജയം ബദറിൽ നൽകി. മാത്രമല്ല ആരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കൊണ്ടുവന്ന സ്ഥാനം നൽകിയിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ ഒരു പള്ളിയുണ്ട്. ഇപ്പം പഴയ ആ നബിതങ്ങൾ നിസ്കരിച്ച അതേ അവസ്ഥയിൽ രൂപത്തിൽ ഭാവത്തിൽ തന്നെ കിടക്കുന്ന മദീനയുടെ വെളിയിൽ ഒരു പ്രത്യേകമായ ഒരു പള്ളിയുണ്ട്. വലിയ കെട്ടിപ്പൊക്കിയ പള്ളിയല്ല, പഴയ കാലത്തുണ്ടായതുപോലെ നാവിൽ കല്ല് വെച്ചിട്ട് ആ പള്ളിയിൽ മുസല്ല ഇട്ടിട്ടുണ്ട്. പാഠത്തിന് വേണ്ടി നിസ്കരിക്കാൻ സാധ്യമാണോ ഇന്ന് കൂട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ആ പള്ളിയുടെ പേര് എന്റെ ശരിയാണെങ്കിൽ മസ്ജിദുൽ ഖുസ്ആൻ എന്നാണ് തോന്നുന്നു. നബിതങ്ങൾ വിശാലം ചെയ്തു കൊടുക്കാൻ പറഞ്ഞ സ്ഥലമാണ്. നബിതങ്ങൾ സഹാബത്ത് തിരിക്കുമ്പോ ചെറിയ പള്ളിയാണ്. പള്ളി തിരിഞ്ഞപ്പോ ഒരു വിഭാഗം നിസ്കരിക്കാമെന്ന് വന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരായ സഹാബത്ത് അവർക്ക് വേണ്ടി ആ പള്ളി വിശാലത ചെയ്തു കൊടുക്കണേ സഹാബ. പറഞ്ഞതായി ചരിത്രത്തിൽ പേരുകൾ പറയാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പേര് വലിയ വാഴ്ത്തത്തുള്ള പേരാണ്. അതല്ലേ ബദരീങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട് അതിന് പിന്നെ വ്യാഖ്യാനങ്ങൾ എഴുതാത്ത, മദ്ഹകൾ എഴുതാത്ത ഒരൊറ്റ മഹാന്മാരും നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയിട്ടില്ല. അസ്മാഉൽ ബദരി എന്ന് വിവിധ ശൈലികളിലാണ് ബൈത്തുകളും അതുപോലെ തന്നെ പേരും ദുആയുമൊക്കെ വിവിധ ശൈലികളിലായി രേഖപ്പെടുത്തി കാണാൻ കഴിയും. ബദരീങ്ങളുടെ പേര് ഞാൻ എന്താ പറഞ്ഞല്ലോ,
لم تحصل له الولاية إلا بقراءة أسماء البدر. പതികളെ പേര് പറയാതെ ലോകത്ത് ഒരാളും വിലായത്തിന്റെ മക്കളിൽ പോലും എത്തിയിട്ടില്ല. അങ്ങനെയുള്ള മഹത്തുക്കളാണ് പഴയകാല പൂർവികരായ മഹത്തുക്കളൊക്കെ ആ പേര് എല്ലാ ദിവസവും ചെല്ലും. പാരമ്പര്യമായി ഇന്നും അസ്മാഇൽ ബദർ ബദരീകളുടെ പേര് എല്ലാ ദിവസവും ചെല്ലുന്നവരുണ്ട്. അതിന്റെ പ്രത്യേകമായി ഇജാസാത്തുകൾ കൊടുക്കുന്ന മഹത്തുക്കളായ വലിയ അഴകികളും സൈബന്മാരും ഉണ്ട്. അത് നാം ചെല്ലുന്നവരാണെങ്കിൽ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ കാവൽ നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ടാവും. ബദരീകളുടെ സഹായം നമുക്കുണ്ടാവും. ജിഹാദൻ യുഖാതിലൂന الكفار. ഇമാം റബീ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ചിലപ്പോൾ 10 ലക്ഷങ്ങൾക്കെതിരിൽ പട്ടാളങ്ങൾ യുദ്ധം ചെയ്ത ബദരീകളെ സംഭവം കാണാൻ കഴിയുന്നുണ്ട്. ബദറിൽ തന്നെ ബദരീകളുടെ ചില വീടുകളിൽ കാവലേൽപ്പിച്ചിട്ടുള്ള ചില വീടുകളിൽ ബദരീകളുടെ ചില സംഭവങ്ങൾ ഉണ്ടായത് ബദറിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കൊണ്ടില്ല. അല്ലാഹുവിനോട് സൗഭാഗ്യത്തിൽമാകട്ടെ സാധിച്ചാൽ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷമോ നാം സൂറത്തുൽ ബഖറ സൂറത്തും അതുപോലെ സൂറത്തുൽ സജ്ദയ്ക്ക് ശേഷം അസ്മാഉൽ ബദർ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചെല്ലാൻ സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ ഒരുപാട് ഗുണങ്ങൾ പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാർ സ്ട്രോക്ക് ചെയ്യുന്നത്. പതികളെ പേര് ചെല്ലിയാൽ പതികളെ പേര് എഴുതി വെച്ചാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറയാം. മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. അല്ലാഹു സഹോദരന്മാരെ, ഇന്നത്തെ ഇഫ്താറിൽ നമ്മുടെ അൽഫിയ കോട്ടേഴ്സ് ശിവു സഹോദരനാണ് അൽഹംദുലില്ലാഹ് നൽകിയിട്ടുള്ളത്. അതുപോലെ മനോജ് എന്ന് പറഞ്ഞ സഹോദരൻ നമുക്ക് ഫ്രൂട്ട്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഫൈസൽ തൊഴിൽ എന്ന് പറഞ്ഞ സഹോദരൻ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ നോമ്പ് മുറിക്കാൻ തുറക്കാനൊക്കെ വരുന്ന നോമ്പുകാരായ മോഹിനികൾക്ക് എല്ലാം അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായി ഇഫ്താർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൂടെ ഓരോ രാത്രി കഷ്ടപ്പെടുന്ന ബഹുമാന്യനായ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ മറ്റു പേഴ്സന്മാരൊക്കെ അതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് മോഹിനികൾക്ക് നല്ല റാഹത്തായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്ന അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഈ ലോകത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. تضاهي البشرى عمت الأرض والسماء بوجه به تسقى إذا وقع القدر ففتت العلي نشرا وفي محمد يمهر آدم لا تنزل لي صلاة وتسليم أزكى تحيتي على المصطفى المختار خير البرية. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين الله الذي قبلك يا رحمن القديم وبنات الذي سيرك يا رحمن حبيب محمد رسول الله صلى الله عليه وسلم. جباري أولاد قديم جباري وبلاد الكمال يغيب البنات സഹോദരി സഹോദരങ്ങൾക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് വസീയത്ത് ചെയ്തവർക്ക് സഹായിച്ചവർക്ക് സ്നേഹിച്ചവർക്ക് വരാക്ഷികൾക്ക് അയൽവാസികൾക്ക് ഇന്നത്തെ ഇഫ്താറിന് വേണ്ടി സഹായിച്ച ശ്രീകുമാരന്റെ സഹോദരൻ, അതുപോലെ തന്നെ പഴവെന്ന സഹോദരൻ, അതുപോലെ ഫൈസൽ എന്ന സഹോദരൻ, അതുപോലെ പള്ളിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പോരാട്ടം കഷ്ടപ്പെടുകയും സഹായിക്കുകയും ചെയ്ത നിങ്ങൾ നാട്ടിലെ നിങ്ങൾ പ്രവാസികളായ ഭൂമികളെ, അതുപോലെ തന്നെ സഹായിച്ചതിന് വേണ്ടി കഷ്ടപ്പെട്ട സാധുക്കളെ സഹായിച്ചവരെ
മനസ്സിനെ സഹായിച്ച് അപ്പോഴേ ഈ പള്ളിയിൽ നിന്ന് സുഖം പോകുന്ന സഹോദരനോ അതുപോലെ തന്നെ ഈ പള്ളിക്ക് വേണ്ടി മുൻകാലങ്ങൾ പ്രവർത്തിച്ചു പോയ കണ്ടറിഞ്ഞുപോയ മുഖാഭികളായ പ്രവർത്തകന്മാർ അതുപോലെ തന്നെ ഈ പള്ളികളിൽ കാണുന്ന വലതുഭാഗം കണ്ണാനായ പൊട്ടീകരിച്ചു തന്ന സഹോദരന്മാർ മരണപ്പെട്ടു പോയ പിതാക്കൾക്ക് അപ്പോഴേ കൂടുതലാളുകൾക്കും നാമത്തിനധികം കഴിയുകളെ ചിരായി സംഭവിക്കാൻ നൽകണേ ഈ ശബ്ദത്തോട് സൗഭാഗ്യം അവിടുന്ന് മരണത്തോട് അവരുടെ സന്തോഷത്തിലാക്കണേ അമ്മ. ഉമ്മയുടെ വാപ്പയുടെ സഹോദരങ്ങളുടെ കുടുംബക്കാരുണ്ട് അവർക്ക് സ്വർഗീയ ആരാധനമാക്കണേ അമ്മ. സ്വർഗീയ കവാടങ്ങൾ തുറക്കണേ അമ്മ. അഭിമായ മുത്തലി സ്വന്തം വേണ്ടി വസനങ്ങളുടെ സഹായത്തിൽ നൽകണേ അമ്മ. അള്ളാഹുവിന്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അമ്മ. പുരോഗതി നൽകണേ അമ്മ. അള്ളാഹുവിന്റെ ഖൈർ നൽകണേ അമ്മ. കുടുംബത്തിലെല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ അമ്മ. അള്ളാഹുവിന്റെ സന്തോഷപ്പെടുത്താക്കണേ അമ്മ. സന്തോഷമുള്ള ജീവിതമാക്കണേ അമ്മ. രോഗങ്ങൾക്ക് ശമനം നൽകണേ അമ്മ. ആ കാമിനായ ആഴ്ചയായ സുഖം നൽകണേ അമ്മ. ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ റബ്ബേ. അർഹമായ ഈ പരിശുദ്ധമായ മസ്ജിദിനെ സഹായിക്കുന്നവരെല്ലാം അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്ന മുഴുവനാളുകളെ അവർക്ക് ഞങ്ങൾക്ക് നീ ആശ്രയാകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹായിക്കണം നേരത്തെ ഉണർത്തിയതുപോലെ എന്റെ വകയിലായ ഉസ്താദിന്റെ ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ രണ്ടുപേരുടെ സഹായികളാണ് നടക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ഏറ്റെടുക്കുകയും സഹായിക്കേണ്ട അവസ്ഥ വന്നു. 86 വയസ്സുണ്ട്. ഒരുപാട് വലിയ വലിയ കഴിവുകൾ ഞാൻ സഹീഹുൽ ബുഖാരിയും സഹീഹുൽ മുസ്ലിമും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ബൈബിളടക്കം അതുപോലെ ഇങ്ങനെ തുടങ്ങി ഒടുങ്ങാത്ത വലിയ സൗഖ്യങ്ങൾ അവർ സ്വന്തമായി ഇറങ്ങി തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് നാളെ വരുമ്പോൾ കൈയുള്ളവർക്ക് എന്തായാലും കൈയുള്ളതുമാണ് നാളെ സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. സഹായിക്കുന്ന കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.